നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പഞ്ചായത്തുകളിലൂടെയുള്ള TCVയുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയിലാണ്, അതായത് കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ. തിരുമുക്കുളം കാക്കുളിശ്ശേരി വില്ലേജുകളുടെ പരിധിയിലാണ് കുഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. താണിശ്ശേരി മുതൽ ഐരാണിക്കുളം വരെ നീണ്ടുകിടക്കുന്ന 14 വാർഡുകളിലാണ് പഞ്ചായത്തിലുള്ളത്. ഏകദേശം 19 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് പഞ്ചായത്തിൻ്റേത്. തീർത്തും കാർഷിക ഗ്രാമമാണ് കുഴൂരിലേത്. ചരിത്രപരമായ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പഴയ കൊച്ചി രാജാവിൻ്റെ ഭരണകാലത്ത് നീതിന്യായ ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്നത് ഈ പഞ്ചായത്തിലായിരുന്നു. രാഷ്ട്രീയപരമായി വരുമ്പോൾ പഞ്ചായത്ത് നിലവിൽ വന്നതിന് ശേഷം ഇതുവരെയും ഭരിച്ചിട്ടുള്ളത് UDF ഭരണസമിതിയാണ്. പ്രതിപക്ഷമൊക്കെ അവിടെ അപ്രസക്തമാണ്. എന്നാൽ പോലും ഉള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ തീർത്തും സൗഹൃദപരമായിട്ടാണ് പഞ്ചായത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും പ്രതിപക്ഷ അംഗവും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക്, പഞ്ചായത്തിൻ്റെ വികസന കോട്ടങ്ങളിലേക്കും വികസന നേട്ടങ്ങളിലേക്കുമൊക്കെ കടക്കേണ്ടതുണ്ട്. ആ ചർച്ചകളിലേക്ക് കടക്കാം. അവർ തയ്യാറാണ്. എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. കുഴൂർ ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിഡന്റ് സാജൻ കൊടിയനും ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗം സുധാ ദേവദാസുമാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. കാരണം ഈ 4 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭരണസമിതിയുടെ നേട്ടങ്ങളും ഇനി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും ഇപ്പോൾ എവിടെയാണ് കുഴൂർ ഗ്രാമപഞ്ചായത്ത് എത്തി നിൽക്കുന്നതെന്നൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രസിഡന്റ്, എങ്ങനെയാണ് നിലവിലെ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? പഞ്ചായത്തിൻ്റെ അവസ്ഥ കാർഷിക ഗ്രാമമാണ് തികച്ചും കുഴൂരിനെ സംബന്ധിച്ചിടത്തോളം. കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, കിട്ടുന്ന ഫണ്ടുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് ഒട്ടനവധി ആനുകൂല്യം നൽകിക്കൊണ്ടും സർക്കാരും പഞ്ചായത്തും വളരെ സംയുക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും. പിന്നെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സാങ്കേതിക AEയുടെ വിഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ AE വന്നു. ഇടവേദത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാർച്ച് ഒക്ടോബറോട് കൂടി അത് പൂർത്തീകരിച്ച് ഞങ്ങൾ എന്തായാലും കിട്ടിയ ഫണ്ടുകളൊക്കെ ചെലവഴിച്ച് പോകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതികളെ സംബന്ധിച്ച് ഇപ്പം പഞ്ചായത്തിൻ്റെതായ തനതെന്തെങ്കിലും പദ്ധതികളുണ്ടോ? എന്തൊക്കെയാണ് വികസനം, എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്? പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അധികാരത്തിൽ ഏറിയതിന് ശേഷം പ്രത്യേകിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കിട്ടുന്ന ഫണ്ടുകൾ ഓരോ വാർഡുകളിലെയും ആവശ്യമനുസരിച്ച് പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അധികാരത്തിലേറിയ ആദ്യത്തെ വർഷം തന്നെ ഇവിടെ പോളക്കുളം നവീകരണമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ടാസ്ക്. കാരണം MLA ഫണ്ട് ഉപയോഗിച്ച് 1,01,00,000 രൂപയുടെ പദ്ധതിയായിരുന്നു. അത് ടെൻഡർ നടപടികൾ സ്വീകരിച്ചെങ്കിലും കോൺട്രാക്ട് വരാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളത് വന്നു. പിന്നെ ഞങ്ങളുടേതായ ഒരു ഡിസൈൻ നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് വ്യായാമത്തിനും നടപ്പാത ഒരുക്കുന്നതിനും അതുപോലെ തന്നെ ഉള്ള സജ്ജീകരണത്തോടുകൂടി അന്ന് അത് പൂർത്തീകരിച്ചു. ഇപ്പോൾ അവിടെ നമ്മൾ ഒരു പാർക്കും ഓപ്പൺ ജിമ്മും പോളക്കുളത്തിൽ 4 പെഡൽ ബോട്ടുകൾ അടക്കമുള്ള പദ്ധതികൾ MLA ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചൊരു 50 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മളവിടെ ഒരു വിശ്രമ കേന്ദ്രം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയുള്ളൊരു പഞ്ചായത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു ഡിസാസ്റ്റർ കേന്ദ്രം ഇല്ല. ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി ഹാളും പഞ്ചായത്തിനില്ല. അപ്പോൾ പോളക്കുളത്തിനോട് ചേർന്ന് നമ്മളൊരു 1 ഏക്കർ 34 സെൻറ്റ് സ്ഥലം പോളക്കുളത്തിനോട് ചേർന്ന സ്ഥലമാണ്. അത് അക്വയർ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിനുള്ള തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിലേക്ക് അയച്ചിരുന്നു. അതിന് നമ്മൾ അനുമതി വെച്ചിട്ട് ഇതുവരെ സർക്കാർ നമുക്ക് തന്നിട്ടില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാർഷിക ഗ്രാമമാണല്ലോ. ഒപ്പം തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പദ്ധതികളുണ്ട്. അപ്പോൾ ആ ഇറിഗേഷൻ പദ്ധതികൾക്ക് എക്സ്റ്റൻഷൻ പദ്ധതികൾ ഫണ്ടുകൾ അനുവദിച്ച എല്ലാ വാർഡുകളിലേക്കും 1-ാം വാർഡ് 14-ാം വാർഡ് എന്നിവയാണ് കുടിവെള്ളത്തിന് പ്രശ്നമുള്ളത്. അവിടേക്കൊക്കെ എക്സ്റ്റൻഷൻ പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കൈമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ നമ്മുടെ 2-ാം വാർഡിലുണ്ടായിരുന്നു. അവിടെ ആ കുളത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് 50-ൻ്റെ മോട്ടറാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് MP ഫണ്ട് ഉപയോഗിച്ചും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും നമ്മളൊരു 40 ലക്ഷം രൂപയുടെ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ വർഷം മുതൽ ആ മോട്ടർ അടിക്കാൻ സാധിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇതുമാതിരി തന്നെ കന്യാങ്കാട്ടുകുളം 4-ാം വാർഡിലാണ് കന്യാങ്കാട്ടുകുളം ഉള്ളത്. കന്യാങ്കട്ടുകുളം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 25 ലക്ഷം രൂപയുടെ പദ്ധതി നമ്മൾ വെച്ച് ടെൻഡർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു.
അതേപോലെ തന്നെ ഐരാണിക്കുളം കുഴൂർ റോഡുണ്ട്. അത് ഇത്തിരി ശോചനീയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു 3,65,00,000 രൂപയുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അത് ടെൻഡർ നടപടികൾ കഴിഞ്ഞു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ വിനോദത്തിനും നേരത്തെ പോളക്കുളത്തിലെ മാതിരി തന്നെ 5-ാം വാർഡിലുള്ള നമ്മളുടെ ചിറ പാർക്ക് MLA ഒരു 20 ലക്ഷം രൂപ നിശ്ചയിച്ച് PWയുടെ നേതൃത്വത്തിൽ ഒരു 20 ലക്ഷം രൂപയുടെ പാർക്ക് നവീകരണം തീർത്തു. പാർക്ക് പണിത് കഴിഞ്ഞു. അപ്പോൾ അവിടേക്ക് ഒരു കുട്ടികൾക്ക് പാർക്കിനും ഉപകരണങ്ങൾ, പാർക്കിനുള്ള ഉപകരണങ്ങളും ഓപ്പൺ ജിമ്മിനുള്ള ഉപകരണങ്ങളും നമ്മളിപ്പോൾ പദ്ധതി വെച്ചൊരു 30 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നമ്മളവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ടേക്ക് എ ബ്രേക്ക് അടക്കം നമ്മളിപ്പോൾ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുഴൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള കുടിവെള്ള പ്രശ്നം ഇല്ല. ചാലക്കുടി പുഴ ഒഴുകുന്നതുകൊണ്ട് അപ്പോൾ ചാലക്കുടി പുഴയുടെ വാട്ടർ ലെവലും കുഴൂരിലെ ഏറ്റവും പ്രധാന സന്ദ്രയമായ കരിക്കാട്ടുചാലാണ് ജലസംഭരണി. കരിക്കാട്ടുചാലിലെ വാട്ടർ ലെവലും 2-2 അപ്പോൾ അവിടെ നമ്മളൊരു നെന്മണിച്ചിറ അല്ലെങ്കിൽ ഒരു ചിറ നിർമ്മിച്ച് ഒരു പുതിയ കുണ്ടൂർ പുഴയിൽ നിന്ന് വെള്ളമടിച്ച് ചാലിലേക്ക് നിറക്കാറാണ് പതിവ്. അപ്പോൾ നമ്മളിവിടെ ഭരണത്തിൽ കയറിയപ്പോൾ ആ ചിറ ആകെ മോശമായിട്ട് കിടക്കായിരുന്നു. 30 ലക്ഷം രൂപയുടെ പദ്ധതി വെച്ചിരുന്നു. അപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് വെണ്ണൂത്തുറ പദ്ധതി എന്നും പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുഴൂർ പഞ്ചായത്തിലെ 500-600 ഏക്കറോളം പാടശേഖരങ്ങൾ വെള്ളം ജലസേചനത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കരിക്കാട്ടുചാൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടേക്ക് 1 കോടി രൂപയുടെ ആധുനിക രീതിയിലുള്ള ക്രൂയിസ് അടക്കമുള്ള ബ്രിഡ്ജ് അടക്കം വരുന്ന ഒരു ഇതിന് നമ്മൾ ടെൻഡർ നടപടികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്നു. പണി ചെയ്യാൻ പോയപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടില്ല എന്നും പറഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ക്ഷീണമുള്ളൊരു പദ്ധതിയാണ്. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പദ്ധതി വെച്ച് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ നെന്മണിച്ചിറ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ അടിയന്തരമായിട്ട് വെച്ച് ഇപ്പം ടെൻഡർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. എന്തായാലും അത് നടക്കും. ഒപ്പം തന്നെ നമ്മൾ കുണ്ടൂര് കൊച്ചുകടവ് ആലമിറ്റ റോഡ് അത് പഞ്ചായത്ത് റോഡായിരുന്നു. PWD ഏറ്റെടുത്തിട്ടെങ്കിലും 15 വർഷക്കാലമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ MPയുടെ നേതൃത്വത്തിൽ നമ്മൾ റിക്വസ്റ്റ് വെച്ചു. PMGSY ആ റോഡ് ഏറ്റെടുത്തു. 6.5 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു. ഇപ്പോൾ അതേ കോൺട്രാക്ടർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു പണി തുടങ്ങാനുള്ള ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുണ്ടൂർ ഒരു പാലം നമുക്ക് MLA വെച്ചിരുന്നതാണ്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ അത് 7.5 വർഷമായിട്ട് തർക്കങ്ങളായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ MLA പറഞ്ഞു അത് നമുക്ക് തർക്കം തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ കുഴൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായ പായത്തുരുത്തിലേക്ക് ഒരു തുരുത്തുണ്ട്. അവിടേക്ക് ഒരു പാലമില്ല. അതുമാതിരി തന്നെ പായത്തുരുത്തിലേക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് പാലമുണ്ട്. അപ്പോൾ പായത്തുരുത്തിനെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി കുണ്ടൂർ പാലം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ MLAയുടെ അടുത്ത് MLAയും അതിനുള്ള പ്രാഥമിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് സമരപരിപാടികളൊക്കെ ആയിട്ട് ആരംഭിച്ചിട്ട് അത് മുടങ്ങിപ്പോയിരിക്കണം. അങ്ങനെ വന്നൊരു സന്ദർഭത്തിൽ നമ്മളെപ്പോഴായാലും ഒരു പാരൽ സംവിധാനം എന്നുള്ള ലെവലിൽ കൊച്ചുകടവ് അയിരൂർ പാലം MPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിന് പ്രാഥമിക അനുമതി ലഭിച്ചു. അടുത്ത ജനുവരിയിൽ കല്ലിടുന്നതാണ് നമ്മുടെ PMGSY ആണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അടുത്ത എറണാകുളം PMGSYയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും MPയും ജനുവരിയിൽ കല്ലിട്ട് പ്രവർത്തനം ആരംഭിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 10-ാം വാർഡിൽ നമുക്കൊരു സഹൃദയ റോഡുണ്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ ആദ്യം വെള്ളം കയറുന്ന സ്ഥലമാണ് 10-ാം വാർഡ്. അതുമാതിരി തന്നെ തിരുത്ത സ്ഥലമുണ്ട്. അവിടെ വെള്ളം കയറിയാൽ എപ്പോഴും ഒരു 300ഓളം വീടുകൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ചക്കാട്ടിക്കുന്ന് സഹൃദയ റോഡ് നമ്മൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് തന്നെ 3 വർഷമായിട്ട് 1 കോടി രൂപ ചെലവ് ചെയ്ത് ഇപ്പോൾ പൊക്കി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. പിന്നെ അതുമാതിരി തന്നെ പൂത്തുരുത്തി മുട്ടക്കടവ് റോഡുണ്ടായിരുന്നു. അത് ഇതേമാതിരി യാത്രയോഗ്യമല്ലായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് ഒരു 20 ലക്ഷം രൂപയും MLA ഒരു 20 ലക്ഷം രൂപ ഉപയോഗിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പൊക്കി പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുമാതിരി തന്നെ നമുക്ക് 14-ാം വാർഡിലെ ഒരു റോഡാണ് ഞങ്ങൾ വരുമ്പോൾ ഇതേമാതിരി PMGSY ഏറ്റെടുത്ത് കോൺട്രാക്ട് പണി തുടങ്ങിച്ചതായിരുന്നു. കോൺട്രാക്ട് പണിയിട്ടിട്ട് പോയി. റീ എസ്റ്റിമേറ്റും അതിൻ്റെ റിവ്യൂ വർക്കുകളും നടത്തുന്നതിന് പഞ്ചായത്ത് ഒട്ടനവധി പ്രവർത്തനം നടത്തിയാണ് ഇപ്പോൾ 2ാമത് എസ്റ്റിമേറ്റ് എടുത്ത് ജോൺസൺ എന്ന് പറഞ്ഞ കോൺട്രാക്ട് എടുത്ത് 3.5 കോടി രൂപയുടെ വർക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുഴൂർ പഞ്ചായത്തിലെ എൻ്റെ വാർഡ് 13-ാം വാർഡാണ്. 13-ാം വാർഡാണ് കുഴൂരുടെ മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം ഏറ്റെടുക്കുന്നതിനും ഒരു കെട്ടിടക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിനും സർക്കാരിനോട് അനുമതി ചോദിച്ചിട്ട് ഇപ്പോൾ 3.5 വർഷമായി നമുക്ക് തന്നിട്ടില്ല. ചെറിയ പ്രശ്നങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിന് അനുകൂലമായ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അതുമാതിരി തന്നെ സോളാർ പദ്ധതി നമ്മൾ MP ഒരു 30 ലക്ഷം രൂപ വന്നു. പഞ്ചായത്ത് ഒരു 55 ലക്ഷം രൂപ വെച്ച്
85 ലക്ഷം രൂപയുടെ സോളാർ പദ്ധതി വെച്ചു. കുഴൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വരുമാനം കുറവാണ്. അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയോളം സ്ട്രീറ്റ് ലൈറ്റുകൾക്കും പഞ്ചായത്തിലെ സ്ഥാപനങ്ങൾക്കും ഇലക്ട്രിസിറ്റി ബില്ല് വരും. അപ്പോൾ അത് സോളാർ പദ്ധതി മുഖേന അത് ലാഭമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിനകത്ത് സോളാറിന് വയ്ക്കുന്നതിന് അനുമതി വെച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് നമുക്ക് അനുമതി തന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ എന്നാലും മാക്സിമം ഞങ്ങൾ ഭരണസമിതിയിലെ എല്ലാവരും തന്നെ ഒപ്പം തന്നെ നിന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ SC ഒരു കോളനിയുണ്ട് എൻ്റെ വാർഡിൽ. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പഴയതായിരുന്നു, അത് പൊളിച്ചിപ്പോൾ ഒരു MP ഫണ്ട് ഒരു 26 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് ഉപയോഗിച്ചൊരു 50 ലക്ഷം രൂപയുടെ SCയിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പൂർത്തീകരണം ഏകദേശം തീർന്നു. ഇനി ഇപ്പോൾ അടുത്ത മാസം ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ളൂ. അതുപോലെ തന്നെ ഒരു SC കോളനിയിൽ ഒരു ശ്മശാനമുണ്ട്, അതിൻ്റെ നവീകരണം ആരംഭിച്ചു. പിന്നെ നമുക്കൊരു പഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന ഒരു ടൂറിസം പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തിരുന്നത്. ഇപ്പോൾ കൊച്ചിക്കടവിലെ പരുത്തിപ്പള്ളിക്കടവും അതുപോലെ തന്നെ പായത്തുരുത്ത് പ്രകൃതി രമണീയതയുള്ളൊരു പ്രദേശമാണ് പായത്തുരുത്ത്. ഈറ്റക്കാടുകളൊക്കെ ഉള്ളത് പായത്തുരുത്തും അതുപോലെ തന്നെ കണക്കടവ് ബ്രിഡ്ജൊക്കെ കൂടി കണക്ട് ചെയ്തൊരു ബോട്ടിംഗ് ടൂറിസം പദ്ധതിക്ക് നമ്മൾ വെച്ചിരുന്നു. അതും ഇതുവരെ സർക്കാർ അനുമതി തന്നിട്ടില്ല. കുണ്ടൂർ അതുമാതിരി തന്നെ കുണ്ടൂർ ബോട്ട് ജെട്ടിയും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നവീകരണ പോലെ ഒട്ടനവധി പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 6-7 പദ്ധതിക്ക് സർക്കാർ അനുമതി തന്നിട്ടില്ല. ഒപ്പം തന്നെ ഒരു കുളക്കരച്ചാലുണ്ട് നമ്മുടെ കുണ്ടൂർ 9-ാം വാർഡിൽ. അത് 4.5 ഏക്കറോളം വരുന്ന കുളക്കരച്ചാലാണ്. അവിടെ നമ്മൾ ഉദ്ദേശിച്ചത് 2 ഏക്കറോളം വരുന്ന കുളക്കരച്ചാൽ നികത്തി 2-2.5 ഏക്കറോളം ചാല് നിലനിർത്തിക്കൊണ്ട് ജലസേചനം നടത്തുന്നതിനും 2 ഏക്കറോളം സ്ഥലം 1 ഏക്കറോളം നമുക്ക് പച്ചക്കറി മാർക്കറ്റ്, ഇവിടെ കാർഷിക ഗ്രാമമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, അപ്പോൾ ഒരു പച്ചക്കറി മാർക്കറ്റും അവർ തന്നെ ഈ കുണ്ടൂർ പാലം വരുമ്പോൾ നമുക്കൊരു ബസ് സ്റ്റാൻഡാണ് നിലവിലില്ലാത്തത്. ഒരു കുണ്ടൂർ ബസ് സ്റ്റാൻഡും കൂടി നമ്മൾ പദ്ധതി രൂപീകരിച്ചാണ് നമ്മൾ സർക്കാരിന് അനുവദിച്ചിരുന്നു. അതും ഇതുവരെ പൂർത്തീകരിക്കാനോ ഒരു അനുമതിയോ ലഭിച്ചിട്ടില്ല. തീർച്ചയായും നമുക്ക് എന്തായാലും വികസന പദ്ധതികളും കാര്യങ്ങളൊക്കെ നിരവധിയുണ്ട്. ചില കാര്യങ്ങൾ സാങ്കേതികമായി തന്നെ ഇപ്പോഴും തടസ്സം നിൽക്കുക. എന്തായാലും പ്രതിപക്ഷത്തിലേക്കൊന്ന് പോയിട്ട് വരാം. കാരണം നമുക്കറിയാവുന്നതുപോലെ കുഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ, രാഷ്ട്രീയമായി നോക്കുമ്പോൾ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിനെ വിട്ടല്ല UDFനെ വിട്ടിട്ടേക്ക് ഒരു ഭരണം എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? അപ്പം അത്തരം ഒരു ചരിത്രം നിലനിൽക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സുധാ ദേവദാസിലേക്ക് തന്നെ പോകാം. എങ്ങനെയാണ് മെമ്പറെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ നല്ല കോവിഡ് കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ വരവ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരെയും അടച്ച് ഒരു എന്താ പറയുക, ഒരു വീട്ടിലിരുത്തിയിട്ട് ഞങ്ങൾ കയറിയത്. ആ സമയത്ത് കുറേ പ്രതിസന്ധിയായിരുന്നു. തുടക്കം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കോവിഡിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നിരുന്നു. ആ വർഷമായാലും അത്യാവശ്യം പദ്ധതികളെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റി. പിറ്റത്തെ വർഷവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഈ MLAയുടെ ആയാലും സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഇപ്പോൾ എടുത്തു പറയുന്നതാണ് പോളക്കുളം. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കുഴൂരിനെ തന്നെ മാറ്റിയെടുത്ത ഈ പോളക്കുളം കൂട്ടായ്മ തന്നെ, അതായത് നക്ഷത്ര തടാകം തന്നെ ഇപ്പോൾ വന്നത് ആ ഒരു പോളക്കുളത്തിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ്. ആ ഒരു വികസനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ പെരവത്തൂർ ചിറയുടെ പറഞ്ഞത്. ആ ഒരു ചിറയും 34 ലക്ഷം രൂപ ചിലവാക്കിയതും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അതുപോലെ കുണ്ടൂർ റോഡുകൾ, ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ കാലഘട്ടത്തിൽ വന്നു. അതിനുശേഷം ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഫണ്ടുകളെ നമുക്ക് കൃത്യമായി വിനിയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി AEയുടെ കുറച്ച് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിയിട്ടും നമുക്ക് ആ ഒരു ഇതിൽ വന്നപ്പോൾ സ്പിൽ ഓവറുകൾ പലതും വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ തന്നെ വികസനത്തിനെയാണ് അതിൽ കോട്ടം വരിക. അപ്പോൾ അതിനെ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തനത് ഫണ്ടില്ലാത്ത എപ്പോഴും പ്രസിഡന്റ് സംസാരിക്കുമ്പോഴായാലും തനത് ഫണ്ടില്ല. നമുക്ക് വേണ്ടത് തനത് ഫണ്ട് ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ സ്വന്തമായി എന്തെങ്കിലും വികസനത്തിന് നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഇത് ഇപ്പോൾ ടൂറിസം ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് ബൈ പ്രോഡക്ട്സ്, ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു കോഴിത്തീറ്റ ഫാക്ടറി കിടക്കുന്നുണ്ട്, അതിലേക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. അന്നത്തെ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റ്, എല്ലാവർക്കും ഗുണമുള്ളത്, എത്ര പേർക്ക് തൊഴിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഈ പഞ്ചായത്തിൻ്റെ തന്നെ ആസ്തിയിൽപ്പെട്ടത് തന്നെയായിരുന്നു നല്ലൊരു ഇപ്പോൾ ടിഷ്യൂ ഫോറസ്റ്റ് ഏറ്റെടുത്ത് അത് ചെയ്ത് ആ ഒരു ഇതും നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കുഴൂർ പഞ്ചായത്തിന് ഒരു നേട്ടമില്ലാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പം അതിനെയൊക്കെ നവീകരിച്ച് നമുക്ക് പഞ്ചായത്തിന് തനത് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്
ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അതിനുള്ള ഇടപെടൽ അത് നമ്മളായാലും കൂടെ നിൽക്കും. ഇനിയിപ്പോൾ എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ വച്ചില്ല എന്നുള്ളൊരു പോരായ്മ ചൂണ്ടിക്കാണിക്കുകയാണ്, നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഇവിടെ ഇപ്പോൾ വിവിധ പ്രദേശങ്ങൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞില്ലേ, വെള്ളം മുങ്ങുന്ന സ്ഥലങ്ങളാണ്. പല റോഡുകളും വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ അതിന് പഞ്ചായത്ത് ഏറ്റെടുത്ത് മണ്ണ് KSTPയുടെ ഗവൺമെൻറ്റിൻ്റെ KSTP മണ്ണുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വിവിധ റോഡുകളെ നികത്തി അതിനെ ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോട്ടവും നേട്ടവും ഉണ്ട്. ഒപ്പം തന്നെ എന്തായാലും നമ്മുടെ ഭാഗത്ത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ നിൽക്കുന്നത്. പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ല, ഭരണപക്ഷം തന്നെയാണ്. ഒരിക്കലും ഒരു ഡിബേറ്റിൻ്റെ ഒരു അർത്ഥത്തിൽ വരില്ല. ഭരണപക്ഷമാണ്. ഓരോ വാർഡിനെയും പ്രതിനിധീകരിച്ച് ഒരാൾ വരുന്നു, അതിൽ മെജോറിറ്റി വരുന്ന ആൾ പ്രസിഡന്റ്, അല്ലാതെ പ്രതിപക്ഷത്തിൽ ഇതില്ലല്ലോ. ഓരോ വാർഡും ഈ പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ വാർഡിലേക്കും ഒരുപോലെ നല്ല മാറ്റം ഉണ്ടാക്കുക, അതിനുള്ള വേദി ഉണ്ടാക്കണം. ഇത്രയാണ് നമുക്ക് എടുത്തു പറയുന്നത്. അപ്പം നമ്മൾ തനത് ഫണ്ട് ഉണ്ടാക്കുക, ആ പോരായ്മ നമ്മൾ ഇതാക്കണം. പിന്നെ പല റോഡുകളും പ്രവർത്തിച്ച് അത് സമയബന്ധിതമായിട്ട് നമുക്ക് എത്തിക്കണം. സമയബന്ധിതമായിട്ട് ചെയ്യുമ്പോൾ പഞ്ചായത്തിൻ്റെ നേട്ടമാണ്. അതൊരിക്കലും ഒരു വാർഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാർഡ് മെമ്പറിൻ്റെ ഇതായിട്ട് വരില്ല, അത് പഞ്ചായത്തിൻ്റെ തന്നെ. ഈ ഭരണം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച മറുപടി നമുക്കതിലൂടെ പറയാൻ പറ്റും. അപ്പോൾ അത് ഒക്കെയാണ്. എന്നാലും ഞങ്ങളുടെ ഇതിലേക്ക് പോകാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണു, കുറച്ച് പറ്റണില്ല, പ്രതിസന്ധികളുണ്ട്. ഈ നേരത്തെ മെമ്പർ പോലെ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങളെന്നില്ല, ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഒറ്റ ഉള്ളൂ. അപ്പോൾ തന്നെ അതിനകത്ത് ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി, അതായത് പല വികസന പദ്ധതികളും അല്ലെങ്കിൽ പദ്ധതികളും ഇപ്പം ആസ്തി വികസന ഫണ്ടിലേക്ക് അടക്കം വന്നു കഴിഞ്ഞാൽ പല പദ്ധതികളും ടൂറിസം അടക്കം നേരത്തെ സൂചിപ്പിച്ചു. അതിലേക്കൊക്കെ പോകുമ്പോൾ ഈ സർക്കാരുകൾ അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരുകളായാലും അതൊരു വലിയ പ്രതിസന്ധിയല്ലേ? കാരണം ഇപ്പോൾ ഇവിടെ UDF ഭരിക്കുമ്പോൾ സംസ്ഥാനത്ത് LDF ആകുന്നു, കേന്ദ്രത്തിൽ BJP ആകുന്നു. അത്തരം ഒരു ഏകോപനമില്ലായ്മ ഇവിടുത്തെ വികസനത്തെ ബാധിക്കുന്നുണ്ടാവില്ലേ? കാരണം അല്ല, പ്രോപ്പറായി രേഖകൾ കൊടുത്ത് എല്ലാ പ്രോജക്റ്റും പാസ്സാക്കിയിട്ടുണ്ട്, അതിലൊന്നും ഒരു തർക്കവും വന്നിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ പ്രോപ്പർ രേഖകൾ കൊടുക്കാതെ നമ്മൾ ചെയ്യും, നമ്മൾ വാങ്ങും. അതിന് നമുക്ക് ഈ തനത് ഫണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വാങ്ങാനുള്ള ഇതുണ്ടാവുള്ളൂ. പ്രോപ്പർ രേഖകളില്ലാത്തതിൻ്റെ പോരായ്മയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കില്ല, നമ്മൾ അന്വേഷിച്ചപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത്തരം ഒരു പോരായ്മയാണോ പ്രസിഡന്റ്? അതായത് നേരത്തെ സുധ മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ തനത് വരുമാനം കുറവുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ തന്നെ അതിനകത്തേക്ക് ശ്രദ്ധിച്ചത്. കാരണം പോളക്കുളം നമ്മൾ മാർക്കറ്റ് നവീകരണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മാർക്കറ്റിനോട് ചേർന്ന് ഒരു 6000 സ്ക്വയർ ഫീറ്റ് കെട്ടിടവും ഒരു 25 സെന്റ് സ്ഥലവും, അത് ഏകദേശം അവരൊരു 80 ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 14 കടമുറികൾ അതിനകത്തുണ്ട്. പഞ്ചായത്തിനും സർക്കാരിനും സാമ്പത്തിക ബാധ്യത ഇല്ലാത്തുള്ള ഒരു പർച്ചേസാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ അത്രയും വാങ്ങിക്കുമ്പോൾ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ അനുമതിക്കുമ്പോൾ ലോണൊക്കെ വാങ്ങിക്കാനുള്ള സർക്കാർ അനുമതി തരുന്നുണ്ട്, പല പഞ്ചായത്തുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് 25 ലക്ഷം, നമ്മൾ 14 കടമുറി അന്ന് തന്നെ ലേലം ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏകദേശം തന്നെ ഒരു 30 ലക്ഷം രൂപയോളം അതിൽ നിന്ന് ഡെപ്പോസിറ്റ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഒപ്പം തന്നെ സർക്കാർ നമ്മുടെ ചെറിയ ഓൺ ഫണ്ട് ഉപയോഗിച്ച് അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോൺ എടുത്ത് വാങ്ങിച്ചാൽ അതിൻ്റെ വാടക, പിന്നെ മാർക്കറ്റ് നവീകരിക്കുന്ന പുതിയ അറവശാല അടക്കമുള്ള അതിന് ശുചിത്വ മിഷൻ്റെ ഫണ്ട് നമുക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള സാമ്പത്തിക ബാധ്യത വരുത്താത്ത രീതിയിലുള്ള പർച്ചേസാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ മാർക്കറ്റ് ഓട്ടോമാറ്റിക് നവീകരണം വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അതിനകത്ത് കുറച്ച് തനത് വരുമാനം വരും. അതാണ് നമ്മൾ ഒന്നും മുൻകെടുക്കേണ്ടത്. ഒപ്പം തന്നെ സോളാർ വൈദ്യുതി, അപ്പോൾ അതൊരു 1.5 ലക്ഷം രൂപയോളം പെർ മന്ത് വരും. നമുക്ക് 18 ലക്ഷം രൂപയോളം നമുക്കൊരു മാസം ഒരു വർഷം ലാഭം വരുന്നൊരു പദ്ധതി. മാർക്കറ്റുകളിൽ നിന്നുള്ള വാടക വരുമാനം, ഇത് 18 ലക്ഷം രൂപയുടെ വരുമാനം. പിന്നെ കമ്മ്യൂണിറ്റി ഹാള് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷം രൂപ 2 കോടി രൂപ എന്ന് വെച്ച് പൂർത്തീകരിക്കുമ്പോൾ 40,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ 20,000 രൂപ ഈ വിധത്തിൽ ഈടാക്കി നമുക്കത് പഞ്ചായത്തിന് വരുമാനം വരുന്ന ഒരു പദ്ധതിയായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ അവിടെ തന്നെ പോളക്കുളത്തിൽ തന്നെ ഒരു ബോട്ടിംഗ് ടൂറിസം പദ്ധതികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവും. പിന്നെ അവിടെ അതിനകത്തൊരു വിശ്രമ കേന്ദ്രവും കഫേ, അത് അതിനകത്ത് വാടക വരുമാനം ഉണ്ടാവും. എരവത്തൂർ ചെറപ്പാർക്കും അതുമാതിരി തന്നെ അവിടെ നമ്മൾ പഞ്ചായത്തിന് നേതൃത്വത്തിലാണ് ടേക്ക് എ ബ്രേക്ക് 10 ലക്ഷം രൂപ ചിലവുന്നത്, അത് വാടകയ്ക്ക് കൊടുത്താൽ അതിനൊരു വരുമാനം ഉണ്ടാവും. അപ്പോൾ പിന്നെ ടൂറിസം പദ്ധതി നടപ്പാക്കിയാൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള 5 ബോട്ടുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുൻ ഭരണസമിതി വാങ്ങിച്ചു വെച്ചു. അത് ഉപയോഗപ്പെടുത്തി തന്നെ അതിൽ നിന്നൊരു ടൂറിസം വരുമാനം ഉണ്ടാവും.
അപ്പോൾ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വെച്ചപ്പോൾ അതിലൊന്നും നമുക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ പറയുന്നുണ്ടല്ലോ, കാരണം നമുക്ക് സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധി അതുകൊണ്ടല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴാണ് പഞ്ചായത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയപ്പെടുന്നത്. മുമ്പൊക്കെ ഇപ്പോൾ 2 വർഷം മുമ്പ് നമ്മൾ 3.5 വർഷമായി ബോട്ടിംഗ് ടൂറിസത്തിന് വെച്ചിട്ട്, പോളക്കുളം നവീകരണത്തിന് വെച്ചിട്ട്, പോളക്കുളം കമ്മ്യൂണിറ്റി ഹാളിന് വെച്ചിട്ട്, മാർക്കറ്റ് നവീകരണത്തിന് വെച്ചിട്ട്, ടൂറിസം പദ്ധതിക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ പഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന തനത് വരുമാനം കൂട്ടാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് 40 ലക്ഷം രൂപയാണ് തനത് വരുമാനമുള്ളത്. ഇപ്പോൾ മാള നമ്മുടെ പഞ്ചായത്തുകൾക്ക് 4 കോടി രൂപ വരുമാനമുള്ളപ്പോൾ നമുക്ക് ഈ ഇത്തരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരമാവധി നേരത്തെ കിട്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടായാലും MLA ആയാലും MP ആയാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചത്. വികസനത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം വിവേചനം കാണിക്കുന്നുണ്ടെന്നാണോ പ്രസിഡന്റ് പറയുന്നത്? അതായത് ഇത്തരം പദ്ധതികൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ മുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ പലവട്ടം ഇപ്പോൾ നമ്മുടെ നെന്മണിച്ചിറ പദ്ധതി എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കുഴൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ആവശ്യമാണ്. കാരണം കുടിവെള്ളമായാലും കർഷക ആവശ്യമായാലും കാർഷിക അഭിവൃദ്ധിക്കുള്ള ആവശ്യമായിട്ട് നെന്മണിച്ചിറ പൂർത്തീകരിക്കേണ്ടതാണ്. അതിനകത്ത് ടെൻഡർ നടപടികൾ സ്വീകരിച്ച് കോൺട്രാക്ടർ വർക്ക് തുടങ്ങാനായിട്ട്, മെറ്റീരിയൽ അടിക്കാനായിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം വന്ന് ഞാൻ പോയതാണ്. പിറ്റേ ദിവസമാണ് അത് ഡ്രോപ്പ് ചെയ്തു എന്ന് നമ്മൾ അറിയിക്കുന്നത്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തപ്പോഴും ജില്ലാ പഞ്ചായത്ത് പറയുന്നു ഫണ്ടില്ലാന്ന്. പ്ലാനിംഗ് ബോർഡാണ് നമുക്ക് പ്ലാനിംഗ് ഓഫീസറാണ് നമുക്ക് അന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് മുൻകൂട്ടി നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടിയത്. അവിടെ 1 കോടി രൂപ ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചായാലും 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷികമാണ് നമ്മൾ വെക്കേണ്ടി വരും. അതാണ് പല പദ്ധതികളും നമ്മൾ മുന്നോട്ട് വെച്ചത്. ജില്ലാ പഞ്ചായത്തിന് 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാള പഞ്ചായത്തിനും കൊഴൂർ പഞ്ചായത്തിനും പൊയ്യ പഞ്ചായത്തിനും ഗുണകരമാവുന്ന ഒരു പദ്ധതിയാണ് നെന്മണിച്ചിറ. കാരണം കരിക്കാട്ടുചാലിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടാണ് സമീപ പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ തീർന്നത്. അപ്പോൾ അതിൽ ഒരു പ്രശ്നം വന്നു. അതേമാതിരി തന്നെ സോളാർ പദ്ധതി നമുക്ക് ജില്ലാ പഞ്ചായത്ത് അനുമതി തരേണ്ടതാണ്. പുറത്തുനിന്ന് ആരുമല്ല, നമുക്ക് അനുമതി തന്നില്ല. പിന്നെ നമ്മുടെ പോളക്കുളം മാർക്കറ്റ് നവീകരണം അന്ന് എന്താണെന്നറിയില്ല, ഇടതുപക്ഷ മെമ്പർമാർ വിയോജനക്കുറിപ്പോട് കൂടിയാണ് അത് നമുക്ക് പാസ്സാക്കാൻ പറ്റിയത്. ഇതൊന്നും പഞ്ചായത്തിന് സാമ്പത്തിക പ്രശ്നം വരുന്ന ഒരു സംഭവമല്ല. അവിടെ ഒരു വലിയ പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സംസ്ഥാന സർക്കാർ നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും LDFന്റെ ഭരണ തരത്തിലാണുള്ളത്. വെണ്ണൂത്തുറ പദ്ധതിയുടെ പറഞ്ഞപ്പോൾ നമ്മളെ ശ്രീകുമാറും ഡേവിസ് മാഷ് അന്നത്തെ ഇതുകൂടെ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ, പ്ലാനിംഗ് ബോർഡ് ഫണ്ടാണ്. പ്ലാനിംഗ് ബോർഡ് ഒരു പദ്ധതിക്ക് തരുന്നത് 35% ആണ് കൊടുക്കുകയുള്ളൂ. 1 കോടി രൂപയുടെ ആണെങ്കിൽ 35 ലക്ഷം കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള തുക ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ നമുക്ക് തരേണ്ട. അങ്ങനെ ഒരു ഇതിൽ നബാർഡ് തരും എന്നും പറഞ്ഞിട്ടാണ് വെണ്ണൂത്തുറ പ്രോജക്റ്റ് തന്നെ 3.5 24 കോടി രൂപയുടെ പ്രോജക്റ്റ്. അതായത് ഓക്സ്ബോ തടാകം തുടങ്ങി കുണ്ടൂർ വരെ അത്രയും വലിയൊരു പ്രോജക്റ്റായിരുന്നു വെണ്ണൂത്തുറ പദ്ധതി. നബാർഡ് പൈസ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് കിട്ടില്ലാണ്ട് വന്നപ്പോഴാണ് ഈ വെണ്ണൂത്തുറയിലെ ഏറ്റവും അനിവാര്യമായ ഒരു ഇതാണ് നെന്മണിച്ചിറയെ സംബന്ധിച്ച് കടൂറ്റീന്ന് ഓക്സ്ബോ തടാകത്തിൻ്റെ അവിടെ കൊരട്ടി മാള അന്നമനട വരുന്ന വെള്ളം മുഴുവനും ഈ വൻതോടിക്കൂടെ, അതായത് കരിക്കാട്ടിച്ചാലിന് ഇത് വന്ന് വൻതോടിക്കൂടെ വന്ന് നെന്മണിച്ചിറ കൂടി കുണ്ടൂർ പുഴയിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെന്മണിച്ചിറയിൽ സ്ലൂയിസ് കം ബ്രിഡ്ജ് തന്നെ വേണം. കാരണം മഴക്കാലത്ത് വെള്ളം പുഴയിലേക്ക് പോകാനും ഒപ്പം തന്നെ ഈ കൃഷി തുടങ്ങുമ്പോൾ നമുക്ക് കരിക്കാട്ടിച്ചാലിലേക്ക് അടിച്ചിട്ട് ഈ സമീപ പ്രദേശങ്ങളിൽ ഇത് ചെയ്യാനും. മറ്റുള്ള പഞ്ചായത്തിലെ വെള്ളം ഒഴുക്കിക്കളയാനാണ് ഈ നെന്മണിച്ചിറ വരിക. അപ്പോൾ അവരെയും സംബന്ധിച്ച് അത് അനിവാര്യമാണ്. അങ്ങനെയാണ് നെന്മണിച്ചിറയ്ക്ക് ഈ 1 കോടി രൂപ അന്നമനട പഞ്ചായത്തിൽ നിന്ന് നമുക്കും കൂടെ കിട്ടിയത്. പക്ഷേ 2 പഞ്ചായത്തിൻ്റെയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവമായി. ഈ ശ്രീകുമാർ എന്ന് പറയുന്ന കോൺട്രാക്ടർ ഇട്ടിട്ട് പോയതാണ്. അയാൾ പിന്നെ എഗ്രിമെൻറ്റ് വയ്ക്കുകയും ചെയ്തതാണ്. ഈ ഒരു പ്ലാനിംഗ് ബോർഡിൻ്റെ ഇത്ര ഇത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഡിലേ വരും എന്നുള്ള ഇതിലായിരുന്നു. അല്ലാതെ ഗവൺമെൻറ് അത് ഒഴിവാക്കില്ല. കാരണം ഞങ്ങളും കൂടെ നന്നായിട്ട് പ്രഷർ നെന്മണിച്ചിറ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത്. അവിടെ രാഷ്ട്രീയം നോക്കേണ്ട ഒരു കാര്യവും ഇല്ല.
ഞാനും പല കർഷകരാണ്. പദ്ധതികളിലേക്കും അപ്പോഴും പ്രസിഡന്റ് പറയുന്നുണ്ട്, പല പദ്ധതികളിലേക്ക് സർക്കാരിന് സമർപ്പിക്കുമ്പോൾ അനുമതി കിട്ടാതെ നമുക്ക് പഞ്ചായത്തിന് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് രാഷ്ട്രീയ വിവേചനമാണോ ആ കാണിക്കുന്നത്? അല്ലല്ല, മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു. മാർക്കറ്റ് ഒരു ചെറിയ അതിനോട് ഉള്ള പ്രദേശത്തെ അതിനെക്കുറിച്ച് അന്നത്തെ രേഖകൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഇത് നോക്കാം. അന്ന് നമ്മൾ എഴുതി വെച്ചത് ഒരു ഇതില്ലാണ്ട്, ഒരു ഐഡിയ ഇല്ലാതെ നമ്മളത് ചെയ്യുമ്പോൾ അതിൽ പാർട്ടി ഇടപെടും സ്വാഭാവികമായിട്ടും. അത് വാങ്ങുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്തോളൂ. ആ പ്രോപ്പർ ഇതിൽ ശരിയാണെങ്കിൽ ആ ഭൂമി വാങ്ങിയിട്ട് നമുക്ക് വികസനം നടത്താം. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനെ പറ്റിയിട്ട് പറഞ്ഞാൽ കുഴൂർ മുൻഭരണ സമിതി ഒരു പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു KLDCക്ക്. അതായത് കക്കുളം, മുട്ടക്കടവ്, വഞ്ചിപ്പുറത്താഴം, ഇളയാനം പദ്ധതി 6.5 കോടി രൂപയുടെ വരുന്ന പദ്ധതിയാണ്. അത് വെച്ചാൽ തോട് ക്ലീൻ ചെയ്ത് ഇളയാനത്ത് പുഴയിലേക്ക് ചേരുന്ന ഭാഗത്ത് ഒരു ക്രൂയിസ് ബ്രിഡ്ജ് നിർമ്മിച്ചുകൊണ്ട് ഒരു പദ്ധതിയായിരുന്നു. ആ സമയത്താണ് വെണ്ണുത്തുറ പദ്ധതി അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 6.5 കോടി രൂപയ്ക്ക് അന്ന് നബാർഡ് ഫണ്ട് നമുക്ക് AS ആയതായിരുന്നു. ആ വെണ്ണുത്തുറ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാനാണോ ഈ ഫണ്ട് പോയതെന്നും കൂടി നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള 6.5 കോടി രൂപ വന്നും പോയി. അപ്പോൾ എവിടേക്കോ എന്തൊക്കെ ഒരു പുഴുക്കുത്തുകൾ എവിടെ നടക്കുന്നുണ്ട്, അത് എവിടെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർത്തീകരിച്ച് പറയാനായിട്ട് പറയുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പറയേണ്ടി വരുമല്ലോ. അല്ല, UDF സംബന്ധിച്ച് പറയുമ്പോൾ അത് അത്തരത്തിലേക്ക് രാഷ്ട്രീയമായി ചിലപ്പോൾ ചിന്തിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സംസ്ഥാന അതുപോലെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നിരവധിയാണ്. ഇപ്പം നമുക്ക് സംസ്ഥാനത്ത് എടുക്കുമ്പോൾ ലൈഫ് പദ്ധതി വലിയ രീതിയിൽ പറയപ്പെടുന്നതാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതികളുണ്ട്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ റീബിൽഡ് കേരളയാണ്. ഒട്ടനവധി പദ്ധതികളുണ്ട്. നിലവിൽ പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയുടെ അവസ്ഥ എങ്ങനെയാണ്? നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്. ലൈഫ് പദ്ധതിക്ക് ഫണ്ട് വരുന്നുണ്ട്. ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് അവരുടെ ഇടപെടൽ നല്ല രീതിയിൽ തന്നെ ലൈഫ് പദ്ധതിയൊന്നും കൃത്യമായി ഫണ്ട് വരുന്നുണ്ട്. അതുപോലെ MPയുടെ ഫണ്ടായാലും MLA ഫണ്ടായാലും ആസ്തി വികസന ഫണ്ടായാലും എല്ലാത്തിനും കിട്ടുന്നുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ ഇപ്പോൾ 23-24 കണക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് നമുക്കത് നഷ്ടപ്പെടുന്നത്. അത് നമ്മുടെ ഒരു വർഷത്തെ വികസനമാണ് പോണത്. അപ്പോൾ ഒരു ഫണ്ട് സ്പിൽ ഓവർ ആകുമ്പോൾ അടുത്ത കൊല്ലത്തെ ഫണ്ട് കുറവല്ലേ വരുള്ളൂ. എന്നിട്ടും നമുക്ക് ഈ തവണ ആനുപാതികമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിവേചനം കാണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കുഴൂരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ അടുത്ത പ്രദേശത്ത് ഇപ്പോൾ MLA എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച പഞ്ചായത്ത് ഇവിടെയാണ്. യാളൂരായാലും അന്നമനയുടെ ആയാലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചേക്കുന്നത് നമ്മുടെ കുഴൂർ പഞ്ചായത്തിലാണ്. അതിൽ അവർക്ക് എതിർപ്പുണ്ട്. ഭരിക്കുന്ന ഇടതുപക്ഷമായിട്ട് പോലും കുഴൂരിന് കൊടുക്കണു, അല്ല അന്നമനടേക്ക് തന്നില്ല എന്നുള്ളതിൽ അവർ നമ്മളോട് പോലും പറഞ്ഞിട്ട് നിങ്ങളെല്ലാം അടിച്ചു മാറ്റണോ എന്ന് പറയുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഇത്തരം ഒരു വിവേചനം ഉണ്ടെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. MLA എന്തായാലും സ്കൂള്, നമ്മുടെ കുഴൂർ സ്കൂളായാലും മൈരാണിക്കുളം സ്കൂളായാലും അതിൻ്റെയൊക്കെ മാറ്റം നിങ്ങൾ കാണാമല്ലോ. ഓരോ വികസനവും നല്ല രീതിയിൽ കുഴൂരിൻ്റെ ഒരുപാട് മാറ്റം കുഴൂരിൽ എടുത്തു പറയാവുന്ന ഇതുണ്ട്. ഈ കുണ്ടൂരിലെ റോഡ് തന്നെ ഏറ്റവും ഇത് വന്നല്ലേ. അതുപോലെ റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടുള്ള റോഡുകൾ വന്നിട്ടുണ്ട്. ഇതിൽ മൊത്തം വരുന്നത് കോൺട്രാക്ടർമാർ ഇട്ടിട്ട് പോണു. ഇപ്പോൾ PMGSYയുടെ ഏറ്റവും അനിവാര്യമായ റോഡാണത്. അത് നമുക്കതിൽ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മുടെ MP തന്നെയാണ് ഉള്ളത്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇട്ടിട്ട് പോയിട്ട് ഇപ്പോൾ ഏറ്റവും ഐരാണിക്കുളം ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർ ഓട്ടോറിക്ഷ വിളിച്ച് പോകണം. ബസ് പോലും ശരിക്കും ഈ റോഡ് ഇല്ലാത്ത കാരണം ബസ്സും ഇല്ല. ഈ ആരോഗ്യ രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ആരോഗ്യ രംഗത്ത് നമ്മൾ ശ്രദ്ധേയമായ പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് സുധോമ്പർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ കയറുമ്പോൾ കോവിഡിൻ്റെ കാലമായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ രണ്ടാമത് 100% വാക്സിൻ നൽകി പൂർത്തീകരിച്ച ഒരു പഞ്ചായത്താണ് കുഴൂർ പഞ്ചായത്ത്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഒരു ഡോക്ടറും 2 സ്റ്റാഫും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആയുർവേദത്തിൽ നമുക്ക് തിരുമ്മലിന് വേണ്ടിയിട്ട് തെറാപ്പി 2 പേര് മെയിലും ഫീമെയിലും വന്നിട്ടുണ്ട്. 2 യോഗ ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് നമുക്കൊരു ഡോക്ടറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആയുർവേദം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് കുഴൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയൊരു അനുഗ്രഹമാണ്. കാരണം 3 ആയുർവേദ ഡോക്ടർമാരാണ് ഇപ്പോൾ നിലവിൽ കുഴൂർ ആയുർവേദത്തിലുള്ളത്. ഫിമെയിൽ തെറാപ്പിസ്റ്റും മെയിൽ തെറാപ്പിസ്റ്റും ഉണ്ട്. വസ്തി അങ്ങനെയുള്ള തോണി എടുത്തിട്ടുള്ള എല്ലാ വക ചികിത്സകളും ആരംഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 30 ലക്ഷം രൂപ MP മുകളിലേക്കൊരു നിലയും കൂടി പണിയുന്നതിന് അനുവദിക്കാമെന്ന് MP പറഞ്ഞിട്ടുണ്ട്.
ഈ ഗ്രാമപ്രദേശമായതുകൊണ്ട് ഈ ആശുപത്രികൾ ഇപ്പം നമുക്കറിയാം ഓരോ രംഗവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. അതിനനുസരിച്ച് സാങ്കേതികമായും ആധുനികപരമായിട്ടൊക്കെ മാറേണ്ട ഒരു സാഹചര്യം, എല്ലാം സ്മാർട്ടാകുന്ന കാലമാണ്. അപ്പം ഈ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് ഏറ്റവും അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ആതുരാലയങ്ങൾ കൊടുക്കാൻ നമുക്ക് അലോപ്പതി ഹോസ്പിറ്റൽ, അതായത് ഇംഗ്ലീഷ് മെഡിസിനുള്ള ഹോസ്പിറ്റലിൻ്റെ ഒരു അതിരക്തത കുഴൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള പ്രൈവറ്റ് ആശുപത്രികളിലൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളവിടെ സർക്കാരിലേക്ക് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ കിടത്തി ചികിത്സ അടക്കമുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ കെട്ടിടങ്ങളിൽ പണിത് കിടത്തി ചികിത്സയോടുള്ള ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് വേണമെന്ന് പലവട്ടം സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള ആർദ്ര കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ആർദ്ര കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 4 ഡോക്ടർമാരാണ് ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റിയിൽ വേണ്ടത്. പക്ഷേ നമുക്ക് പേര് മാത്രമേ ഉള്ളൂ, ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നേരത്തെ ശുചിത്വ മിഷൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി ഫണ്ട് നമുക്ക് അനുവദിച്ച് നമുക്ക് അതിന് വേണ്ടിയിട്ട്, അതായത് പഞ്ചായത്തിനെ സംബന്ധിച്ച് സുധമെമ്പർ പതിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന പദ്ധതി സമർപ്പിക്കുകയും MLA-നെയും MP-നെയും സമീപിച്ച് ഫണ്ടുകൾ നമുക്ക് ഞങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഭരണസമിതി ഒറ്റക്കെട്ടായതൊന്ന് വാങ്ങിക്കൊണ്ടുവന്നു എന്നുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾ വന്നത് ക്ലീൻ കേരളയുടെ പദ്ധതിയായിട്ട് നമ്മൾ 50 ലക്ഷം രൂപയോളം ചെലവ് ചെയ്താണ് നമ്മൾ MCF-ൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാറപ്പുറത്ത്. അപ്പോൾ എല്ലാവിധത്തിലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. കാർഷിക അഭിവൃദ്ധിക്ക് നമുക്കറിയാം, കാർഷിക ഗ്രാമമാണല്ലോ കുഴൂരിനെ സംബന്ധിച്ച്. ഇപ്പോൾ യുവ തലമുറയെ കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അനുദിനം എല്ലാവരും, അത് പാർട്ടി ഭേദമന്യേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം മേഖലയിലേക്ക് യുവാക്കളെ എത്തിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പഞ്ചായത്തിൻ്റെ സമയത്ത് എല്ലാ വർഷവും കർഷകരെ കണ്ടെത്തി എല്ലാ വാർഡുകളിലും കർഷകർക്ക് അവാർഡ് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. ഇത് നമ്മളെല്ലാ വർഷവും ആദരിക്കുന്നത്. കർഷക ദിനത്തിൻ്റെ അന്നാണ് നമ്മളത് ചിങ്ങ 1-ാം തീയതിയിലത്തെ ചിങ്ങ 1-ാം തീയതി കർഷക ദിനമായിട്ട് ആചരിക്കും. എല്ലാ വാർഡുകളിലെയും യുവ കർഷകരെയും പ്രായം കൂടിയ കർഷകരെയും വിദ്യാർത്ഥിനി കർഷകരെയും പ്രത്യേകിച്ച് അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ആദരിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും നമ്മൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കരഭൂമിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളായിട്ട് പഞ്ചായത്ത് ഫണ്ട് വെച്ച് കരഭൂമിക്ക്, വാഴ കൃഷിക്കും പച്ചക്കറി കൃഷിക്കും നമ്മളിവിടെ ധനസഹായം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെൽകൃഷിയായാലും സർക്കാരിൻ്റെ ഫണ്ടുകൾ കിട്ടുന്നുണ്ട്. തരിശുഭൂമി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ചെയ്യുന്നുണ്ട്. ആകപ്പാടെ നമ്മൾക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമുള്ളത്, എരവത്തൂർ ഒരു 50 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമുണ്ട്. അത് തരിശായിട്ട് കിടക്കുന്ന വർഷങ്ങളായി. അപ്പം ഞങ്ങൾ ഭരണസമിതിയിൽ പലവട്ടം അതിൻ്റെ ഉടമസ്ഥരായിട്ട് ചർച്ച നടത്തി വിട്ടുതരണമെന്ന് പറഞ്ഞിട്ടും അത് നമുക്ക് പൂർത്തീകരിക്കാനോ കൃഷി ഇറക്കാനോ നമുക്ക് അവരുടെ സമ്മതത്തോടെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ജില്ലാ പ്രിൻസിപ്പൽ ഓഫീസറോട് കൃഷി ഓഫീസറോട് അത് ഏറ്റെടുത്ത് തരണമെന്നും കൃഷി ഓഫീസറോടും പറഞ്ഞിട്ടും പലവട്ടം ചർച്ചകൾ നടത്തി നമുക്കത് അത്തരം ഏരിയ നമുക്ക് കൃഷി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 6 കോടി രൂപയുടെ മുട്ടക്കടവ് കക്കുളം ഇളയാനം പദ്ധതി പൂർത്തീകരിച്ചാൽ തന്നെ കഞ്ചിപ്പുരത്താഴത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 250 ഏക്കറോളം വെള്ളം കയറി കിടക്കുന്ന പാടുണ്ട്. അതും കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതിക്കാണ് നമ്മളത് പദ്ധതി സമർപ്പിച്ചത്. ഇപ്പോൾ ഈ വർഷം അതിൻ്റെ ഫോളോ അപ്പിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ റീബിൽഡ് കേരളയിലാവും നബാർഡ് ഫണ്ട് കിട്ടിയാൽ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നിരവധി ഒപ്പം തന്നെ നമുക്ക് MLA ഒരു 1.25 കോടി രൂപയുടെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് ലിഫ്റ്റ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള ഒരു അനാസ്ഥ മൂലം ഇതുവരെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനായിട്ട് നമ്മൾ പലവട്ടം അവരെ വിളിച്ചിരുന്നു. സ്റ്റെപ്പ് മുന്നോട്ട് ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിനോ സാധിച്ചിട്ടില്ല. പറഞ്ഞില്ലേ ഒരു കാര്യം, യുവാക്കൾക്ക് കാർഷിക മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. ഇപ്പം നേരത്തെ നമുക്ക് പല പദ്ധതികളും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തരിശ് കിടക്കുന്ന ഭൂമിയൊക്കെ ഏറ്റെടുത്ത് യുവാക്കളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യാനും അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാനും താല്പര്യമുണ്ട്. കാരണം ഇവിടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു IO പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇൻഡസ്ട്രി ഓഫീസിൻ്റെ കീഴിൽ. അവരിൽ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന പല യൂണിറ്റുകളും നമുക്ക് ഈ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കുഴൂർ പഞ്ചായത്തിലെ യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലുള്ള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലൊരു വ്യവസായ കോർഡിനേറ്റർ തന്നെയുണ്ട്. അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ ബാങ്കുകളുടെ സബ്സിഡി ആയിട്ട് 40%, 35% സബ്സിഡി ആയിട്ട് ഒരു 350ഓളം സ്ഥാപനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 350 പേർക്ക് ലോൺ കൊടുത്ത് വ്യവസായം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു.
ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ കോർഡിനേറ്റർ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഒരു 60ഓളം അപേക്ഷ വീണ്ടും വന്നിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒരു 500 സ്ഥാപനമാക്കി പദ്ധതി സമർപ്പിച്ച് 500 പേർക്ക് 500 സ്വയം തൊഴിൽക്കാർക്ക് പണി കൊടുക്കുന്നതിനുള്ള ഫണ്ട് കൊടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ വിവിധ ഒന്നിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പദ്ധതി വിഹിതങ്ങൾക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇവിടെ കാർഷിക മേഖലയെ പറഞ്ഞപ്പോൾ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഇവിടെ കോഴിത്തീറ്റ ഇത് എടുക്കുന്നത്. അതൊരു അരി ഉൽപ്പന്നം കുഴൂരിൻ്റെ പേരിൽ ഒരു നെല്ല് അരി ഇറക്കാൻ നമുക്ക് സാധിക്കുന്ന അത്രയും ഭൂമിയാണ് ഇവിടെ. ഭൂമിയും കെട്ടിടവും എല്ലാം ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് എടുക്കേണ്ടതാണ് നമ്മുടെ ഭാഗത്ത്. അതിനുള്ള ഇടപെടൽ എന്തായാലും അതായത് വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാത്തതാണ് മെയിൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകോപനമില്ലായ്മ ഒരു വലിയ പ്രശ്നമായി പല കാര്യങ്ങളിലും. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ജലസേചനമായാലും PWD വർക്കിൻ്റെ കാര്യമായാലും പല കാര്യങ്ങളും ഇത്തരം ഏകോപനമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. അത് ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലോ അത് ഇടപെട്ട് ശരിയാക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾക്ക് അറിയാവുന്നതാണ് ഇപ്പം യുവതലമുറ മദ്യലഹരി ഉപയോഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും യുവാക്കളെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിട്ട് ഇത്തരം പ്രവൃത്തികളിൽ നിന്നും മാറ്റാനുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുഴൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൗജന്യ ഒരു ഫ്രാൻസിസ് വിയോൻ്റെ നേതൃത്വത്തിൽ സൗജന്യ രീതിയിൽ യോഗ പരിശീലനം നടത്തുന്നുണ്ട്, കരാട്ട പരിശീലനം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾക്ക് നമ്മൾ പഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കരാട്ടെ പരിശീലനം ഒരു 300ഓളം വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നൽകി അടുത്ത ഏപ്രിൽ മാസം അവരുടെ ഒരു പദ്ധതി വെച്ച് ഒരു പരിപാടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കരാട്ടെ പരിശീലനം നല്ല രീതിയിൽ സെൽഫ് ഡിഫെൻസ് വിദ്യാർത്ഥികൾക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് വെച്ചിട്ടുള്ളത്. എല്ലാ വാർഡുകളിലും അതിൻ്റെ ഒരു പൊരവ് നമുക്കുണ്ട്. ഇവിടെ നല്ല ഫുട്ബോൾ കളിക്കാരുടെ നാടും കൂടിയാണ് നമ്മുടെ കുഴൂരിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലബ്ബ് അതിന് അതായത് ഇപ്പോൾ യുവജനക്ഷേമ ബോർഡിൻ്റേതല്ലാതെ നമ്മുടേതായ ഒരു ക്ലബ്ബുകളെ രൂപീകരിച്ച് കൊണ്ടുവരണം. കാരണം ഈ മദ്യവും മയക്കുമരുന്നും നമ്മുടെ ഇടയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പല സ്കൂളിലും വിമുക്തിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒട്ടനവധി ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പഞ്ചായത്തിൻ്റെതായ സ്വന്തമായ ഗ്രൗണ്ടുകളോ അതിലേക്ക് എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ. വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം, കരാട്ടെ പരിശീലനം എല്ലാ സ്കൂളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്, സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് പദ്ധതി വെച്ച് തന്നെ യോഗ പരിശീലനം കൊടുത്തിരുന്നു. ഇപ്പോൾ ആയുർവേദ ആശുപത്രിയിൽ യോഗ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ തന്നെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ വാർഡുകളിൽ യോഗ പരിശീലനം നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ സുധമെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അനന്തു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, നല്ല രീതിയിൽ പരിശീലനം കൊടുക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവൻ പലവട്ടം ഇതിൻ്റെ സഹായം ചോദിച്ചു വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ സാങ്കേതിക പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കാനോ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെ കൊടുക്കുന്നതിന് സാങ്കേതിക പ്രശ്നമാണ് ഉള്ളത്. കായിക സ്ഥലങ്ങൾ സ്വന്തമായിട്ടുണ്ടോ പഞ്ചായത്തിൻ്റെ? പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ സ്കൂൾ ഗ്രൗണ്ടും ഇത് പഞ്ചായത്ത് ഗ്രൗണ്ടായിരുന്നു. ഹൈസ്കൂൾ ആക്കുന്നതിന് പഞ്ചായത്ത് വിട്ടുകൊടുത്തൊരു ഗ്രൗണ്ടാണ്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ടർഫ് പോലെയുള്ള ഒരു ആധുനിക രീതിയിലുള്ള ഗ്രൗണ്ടുകളെയൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരുകളെ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ തന്നെ പല സ്ഥലത്തും പോയിട്ടാണ്, മാളയിലും ചെങ്ങമനാടൊക്കെ പോയിട്ടാണ് നമ്മുടെ ഇവിടെ ഒക്കെ പോണത്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങളൊരു ഗ്രൗണ്ടിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് നമ്മൾ സ്ഥലം കണ്ടെത്തുകയും ലീസിനെടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് വെള്ളം കയറുന്ന ഭൂമിയായതുകൊണ്ട് പറ്റിയിട്ടില്ല. എന്നിട്ടും നമ്മുടെ വാടപ്പൊക്കത്തെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഗ്രൗണ്ടിനെ എടുക്കാൻ വേണ്ടി അതിനും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സമീപിച്ചാലും പക്ഷേ അതിനുള്ള ഫണ്ട് അവിടെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഈ പ്രളയം പഞ്ചായത്തിൻ്റെ അസ്ഥിയിലല്ലാത്ത സ്ഥലത്ത് പഞ്ചായത്തിന് ഫണ്ട് വിനിയോഗിക്കാൻ സാങ്കേതിക പ്രശ്നമാണ്. തീർച്ചയായും ഈ പ്രളയം ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പഞ്ചായത്ത് കൂടിയാണ്. കാരണം ഭൂരിഭാഗം വാർഡുകളും മഴക്കാലത്തല്ലേ പ്രളയത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലം അടക്കമുള്ള ഇതൊക്കെ ഒരു പരിധിവരെ അത് സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ അതിനെ ഓവർകം ചെയ്യാൻ അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകമായ ക്രമീകരണങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ വെള്ളത്തിൻ്റെ അതായത് പ്രളയം ഓവർകം ചെയ്യാനായിട്ട് തോടുകൾ ക്ലീനിങ്ങിനുള്ള പദ്ധതികൾ നമ്മൾ വെച്ചിരുന്നു. പിന്നെ അത് ഈ ഓരോ വർഷവും നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം വയ്ക്കാനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു സാങ്കേതിക പ്രശ്നമുള്ളത് ഒരു തോട്ടിലേക്ക് ഒരു ഫണ്ട് ഒരു വർഷം വെച്ചാൽ
3 വർഷം കഴിഞ്ഞാലാണ് അടുത്ത ഫണ്ട് വയ്ക്കാനായിട്ട് സർക്കാർ അനുമതി തരുള്ളൂ. പഞ്ചായത്ത് ഇപ്പോൾ പലവട്ടം പുല്ലുകൾ വെട്ടാനും കാട് വെട്ടാനും തന്നെ കൊടുത്താൽ ഒരു 15-20 ദിവസം കഴിയുമ്പോഴേക്കും ഈ പുല്ലും ആഫ്രിക്കൻ പായലും നിറഞ്ഞ് വീണ്ടും സ്ഥിതിവിശേഷം പഴയതിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ച് അവർ തൃപ്തരാണ്. ഇപ്പം നമുക്കറിയാം 100 ദിന കർമ്മ പരിപാടികളുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുണ്ട്. അതൊക്കെ 100 ദിനങ്ങൾ എത്തിക്കാൻ 100 ദിവസം എത്തിക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം 100% തൊഴിൽ ദിനം എത്തിയ എല്ലാവരും തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഒരു ദിവസത്തെ 1 ഡേ ട്രിപ്പ് അത് ഞങ്ങൾ പൈസ ഭരണസമിതി തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തി അവരെ ടൂർ പരിപാടി അറേഞ്ച് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട മോട്ടിവേഷനുകൾ കൊടുക്കാറുണ്ട്. ഈ വർഷം നമ്മൾ 100% എത്തി 100 തൊഴിൽ ദിനം എത്തിക്കുന്ന ആദ്യത്തെ വാർഡിലെ എല്ലാവർക്കും ഒരു വിമാനയാത്ര ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മാർച്ച് 21-ാം തീയതി സേലത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 100% തേക്കാനായി ഇത്തവണ 100 എത്തിച്ചവരുടെ കണ്ടമാനം കൂടുതലായി. അപ്പോൾ കുഴൂര് പഞ്ചായത്തിൽ ഇപ്പോൾ എന്തോ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ അത് അനൗൺസ് ചെയ്തതോട് കൂടിയിട്ട് വർക്കുകൾ തീർന്നു. ഇനിയിപ്പോൾ മറ്റുള്ള വാർഡുകൾ പഞ്ചായത്തുകളിലെ വർക്ക് തീരാത്തത് നമുക്ക് അലോട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബ്ലോക്കിലെ BDO കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു പോയത്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. നിയമം ഈ തൊഴിലാളികളോട് ഇപ്പോൾ തൊഴിലുറപ്പ് മേഖലയിൽ വന്നിരിക്കുന്ന നിയമമാറ്റം ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ ഭയങ്കര ലാഗ് ചെയ്ത് പോകാൻ ഇത്ര സെൻറ്റിമീറ്റർ ഉയരം വേണം, ഇത്ര സെൻറ്റിമീറ്റർ വീതി വേണം, കാർഷിക മേഖലയിൽ പറ്റില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതും നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെയും പ്രകൃതിയുടെ അനുശാസിച്ചുകൊണ്ട് വേണം അതിന് അവിടുത്തെ കാർഷിക അഭിവൃദ്ധി നടക്കുന്നുള്ളൂ. പക്ഷെ ഇത് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ആയതുകൊണ്ട് കേന്ദ്രത്തിൽ നടപ്പാക്കുന്ന പദ്ധതി അതായത് ഇവിടേക്ക് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുള്ള സ്ഥലമാണ്, മഴയുള്ള സ്ഥലമാണ്. മഴക്കുഴികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. കാരണം മഴക്കുഴി ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ പ്രകൃതിയുടെ ഇത് നോക്കിയിട്ട് വേണം അത് പദ്ധതി ആവിഷ്കരിക്കാനായിട്ട്. അതാണ് നമ്മളുടെ സർക്കാരിന്റെ ഒരു മെയിൻ പ്രശ്നമുള്ളത്. അത്തരം കാര്യങ്ങൾ ശരിക്കും തദ്ദേശീയമായി തന്നെ അവർക്ക് യുപിയിലെ കാർഷിക വർക്കുകൾ ഇവിടെ നടത്തിയാൽ ഇവിടെ നടക്കില്ല, ഇവിടത്തെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ നടക്കില്ല. അപ്പോൾ ഓരോ പരിസരത്തെയും അത് നേരത്തെ പറയുന്നത് കോർഡിനേഷന്റെ കുറവും പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങളുമാണ്. കേരളത്തിൽ തരിശു കുറവാണ്. കേരളത്തിൽ തരിശുഭൂമികൾ മലയോര പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടെ സമഗ്ര ഭൂവികസനം നടത്താൻ പറ്റും, അത് കുറച്ചേ ഉള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു വീട് ഇവിടെയാണെങ്കിൽ അടുത്ത് അവിടെ കൃഷിയില്ല, ഒന്നുമില്ല. അങ്ങനെ കിടക്കുന്നിടത്ത് സമഗ്ര ഭൂവികസനം എന്ന് പറയുന്ന ആ പദ്ധതി അവിടെ നടപ്പാക്കാം. പക്ഷേ കേരളത്തിൻ്റെ വരുമ്പോൾ വേറൊരു തരത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും, കൃഷിക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളെ കൃഷി ആയിട്ടുള്ളൂ. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് ജോലിയും കിട്ടും, ഒപ്പം തന്നെ കർഷകരെ സഹായിക്കലും ആവും. ഇപ്പോൾ ശരിക്കും കൃഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ വളരെ കുറവല്ലേ. ഇപ്പോൾ ഇൻഷുറൻസ് ചെയ്തു, സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെയും കൊടുത്തിട്ടില്ല. 21 വർഷമായി, അല്ല 2021 മുതലുള്ള ഇൻഷുറൻസ് കിട്ടാനുണ്ട്. വാഴയായാലും നെല്ലായാലും ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം കൃഷി നഷ്ടപ്പെട്ട് കുറേ പേര് പോയിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയ്ക്കൊക്കെ ഉപകാരപ്പെടുത്തുന്ന രീതിയിലേക്ക് തൊഴിലുറപ്പ് വരണം. അല്ലാതെ ഈ പറഞ്ഞ് അല്ലെങ്കിൽ മേറ്റുമാർ തൊഴിലെടുക്കില്ല. അപ്പോൾ വരുമ്പോൾ എന്താവും, ഇപ്പോൾ പ്രസിഡന്റ് ഇങ്ങനെ വിമാനത്തിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എടുക്കുകയാണ്. അതിലെല്ലാവരും കൂടെ ഒരു തൊഴിലാളികൾക്ക് കിട്ടണം, തൊഴിലും കിട്ടണമല്ലോ. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്ന ഒരു പദ്ധതി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പോരുന്ന ഒരു ചെറിയ പദ്ധതി ഇതാണ്. അതിലിങ്ങനെ നിയമ കാര്യങ്ങൾ വന്നാൽ ലാസ്റ്റ് എന്താവും, അതുപോലെ ഒരു സ്ഥലത്ത് ഫോട്ടോ എടുത്ത് അവിടെ തന്നെ വരണം. തൊഴിൽ നടക്കുന്നത് ഈ വാർഡിൻ്റെ തന്നെ അറ്റത്തായിരിക്കും. അവരിവിടെ തന്നെ വന്നെടുക്കുക എന്ന് പറയണത് ഒരു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പോയി ഫോട്ടോ എടുക്കൽ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രായോഗിക നിയമങ്ങളാണ് പല പദ്ധതികളെയും താറുമാറാക്കുന്നത്. ഈ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ പദ്ധതികളുടെ ഫണ്ടുകൾ യഥാവിധി ഉപയോഗിക്കാത്തത് ചില പഞ്ചായത്തുകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടുണ്ട് പോരായ്മയായി. പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതിനൊപ്പം അനുവദിക്കുന്ന ഫണ്ടുകൾ യഥാവിധി ഉപയോഗിക്കാത്ത ഒരു തരത്തിലേക്ക് അത്തരം പ്രശ്നങ്ങൾ വല്ലതും കുഴുവിനെ സംബന്ധിച്ചാണ്. 2022-23 കാലഘട്ടത്തിലെ ഈ എയുടെ ബുദ്ധിമുട്ടിൽ നമുക്ക് നഷ്ടം തന്നെയായിരുന്നു. അന്ന് 35% നമ്മുടെ മെയിൻ്റനൻസ് മേഖലയിലായാലും വികസന ഇതിലായാലും നമുക്ക് വന്നിട്ടുള്ളൂ. അതായത് നമ്മൾ സാങ്കേതിക പ്രശ്നം ചില എയിനും മാറ്റാനായിട്ട് കമ്മിറ്റി ഐക്യകണ്ഠേന, അതായത് എല്ലാ പ്രതിപക്ഷം അങ്ങനെ ഒരു തിരിവില്ലാതെ തന്നെ ഐക്യകണ്ഠേന എയിനെ മാറ്റിത്തരണമെന്ന് പലവട്ടം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ എയിനെ മാറ്റിത്തരാനായിട്ട് അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ എയുടെ ഓഫീസ് പൂട്ടിയിടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് എയിനെ നമുക്ക് മാറ്റി തന്നത്. അതിന് ശേഷമാണ് വീണ്ടും വർക്ക് കൊടുക്കുന്നത്.
ആ എയും നമ്മളോട് സഹകരിക്കാത്തൊരു എ തന്നെയായിരുന്നു. അതിൻ്റെ പോരായ്മ ശരിക്കും കഴിഞ്ഞ ഈ തവണത്തെ സ്പിൽ ഓവർ ആ ഒരു ഈ ഉദ്യോഗസ്ഥ ഭരണ നേതൃത്വങ്ങൾ തമ്മിലുള്ള ഒരു പിടിവാശി അല്ലെങ്കിൽ വടംവലി ശരിക്കും ഈഗോസ് ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് പഞ്ചായത്തിന്റെ അത്തരം കാര്യങ്ങൾ? കുറച്ചൊക്കെ ഈഗോ കാണിച്ചാൽ ഞങ്ങൾ ഭരണസമിതി കൃത്യ സമയത്ത് അതിനകത്ത് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് ഇടപെടും, കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കും. പിന്നെ കുറച്ചൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ കടിഞ്ഞാനിടാനായിട്ട് പട്ടാള ഭരണം പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലൊക്കെ മാക്സിമം ഞങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും നേരം നമുക്ക് സംസാരിച്ചപ്പോൾ കുഴൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ അംഗം തന്നെ, അതായത് LDFൻ്റെ അംഗം തന്നെ പറയുന്നത് ഇവിടെ രാഷ്ട്രീയമായ ചേരിതിരിവുകൾക്കപ്പുറത്തേക്ക് ഒരുമിച്ചുള്ളൊരു പ്രവർത്തനമാണ് കുഴൂർ ഗ്രാമപഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരട്ടെ, ഒപ്പം തന്നെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും നമ്മോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചത് പ്രസിഡന്റ് UDFൻ്റെ അംഗം കൂടിയായ സാജൻ കുടിയനാണ്. ഒപ്പം തന്നെ LDF പ്രതിനിധിയും പ്രതിപക്ഷത്ത് അംഗം കൂടിയായ സുധാ ദേവദാസാണ്. സുധാ ദേവദാസിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടറിൻ്റെ മുഖചിത്രങ്ങളിൽ ഒരാൾ കൂടിയാണ് സുധാ ദേവദാസ്. കാരണം പ്രധാനമന്ത്രിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു ചിത്രം കലണ്ടറിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ കലണ്ടറിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ ഒരു പരിപാടി ഇപ്പം കുഴൂർ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ ചില പോരായ്മകളും സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പഞ്ചായത്തുമായി വീണ്ടും കാണാം. നന്ദി.